യെസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മലയാളം ക്ലാസ് ആണ്. അതുപോലെ CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ മലയാളം ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് സാധ്യത, നിങ്ങളെ കുഴക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് ടീച്ചർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, പേര് മാറ്റി USS അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം എന്നുള്ളത് ചീഫ് മിനിസ്റ്റർ കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എന്ന് ആക്കിയിട്ടുണ്ട് അല്ലേ. ചീഫ് മിനിസ്റ്റർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ആയതുകൊണ്ടാണ് സിംപ്ലി അങ്ങനെ നമുക്ക് പറയാം. അതാണ് ഈ ഒരു പേര് കൊടുക്കാൻ കാരണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇത് കിട്ടിയിട്ട് എന്തേ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മളെ ഭാവിയിലേക്ക് വരുന്ന ഒരു മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ വലിയ തയ്യാറെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു USS കിട്ടിയ ഒരു കുട്ടിക്ക് ഭാവിയിൽ ഒരു LD ക്ലർക്ക് എക്സാം ആദ്യമായിട്ട് എഴുതുന്ന സമയത്ത് അത് കിട്ടും എന്നാണ് പറയുന്നത് അല്ലെ. ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ ചുവട് തന്നെയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം ടീച്ചേഴ്സ് ചോദിക്കുക, ക്ലാസ്സിൽ ആരൊക്കെയാണ് USS കിട്ടിയവർ, എഴുന്നേറ്റ് നിൽക്കൂ. അപ്പോൾ നിങ്ങൾ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റണം അല്ലെ. എഴുതുന്ന കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികൾക്കും ഇത് കിട്ടട്ടെ. പക്ഷെ കഴിഞ്ഞ വർഷം പോലെ തെറ്റില്ലാത്ത ചോദ്യങ്ങളാവട്ടെ എന്നാണ് ടീച്ചർ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് തെറ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാർക്കൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അത് ക്വാളിഫൈ ആവും എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അർഹരായവർക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് കിട്ടാൻ പാടുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് ചീഫ് മിനിസ്റ്റർ നമ്മളെ ഗവൺമെന്റ് ഇതിന് എന്ത് നൽകിയത്, ഒരു പ്രത്യേക മാനദണ്ഡമൊക്കെ നൽകിയിട്ടുണ്ട്. കട്ട് ഓഫ് ലെവൽ ആദ്യം 70% മാർക്ക് നേടിയാൽ ഈ സ്കോളർഷിപ്പ് കിട്ടുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ഇത് പരീക്ഷ ടൈറ്റ് ആവുമ്പോൾ കട്ട് ഓഫ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, പരീക്ഷ എളുപ്പമാകുന്ന സമയത്ത് കട്ട് ഓഫ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ നിങ്ങൾക്ക് നല്ല ടൈറ്റ് എക്സാം ആണെങ്കിൽ കട്ട് ഓഫ് കുറയാണ് ചെയ്യുക. അപ്പോൾ ടൈറ്റ് ആവട്ടെ, കട്ട് ഓഫ് കുറയട്ടെ, എല്ലാവർക്കും കിട്ടട്ടെ അല്ലെ. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചില് അല്ലെ ഇപ്പോഴും ന്യൂ ഇയറിന്റെ ഓഫറുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏർലി ബേർഡ് ഓഫറാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂ ബാച്ചാണ് അവഞ്ചേഴ്സ് ബാച്ച്. ഇതിന്റെ ആവശ്യകത ടീച്ചർ അടുത്ത ചോദ്യം പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് ആദ്യം ചേരുന്നവർക്കുള്ള ഈ ഒരു ഓഫർ സ്വന്തമാക്കുക. 9995400800 എന്ന് പറയുന്ന നമ്പറാണ്. അടിപൊളിയായിട്ട് ഫുൾ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടുള്ള ഒരു ബാച്ചാണ് മക്കളെ. എല്ലാവരും ജോയിൻ ചെയ്യാട്ടോ. ഇനി ഈ ചോദ്യങ്ങൾ നിങ്ങളെ കുഴക്കിയേക്കും. എന്തൊക്കെയാണ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്ന് ടീച്ചർ പറഞ്ഞു തരാം. കാരണം എനിക്ക് ചോദ്യത്തിലൂടെ പോകുമ്പോൾ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി തരാൻ പറ്റൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ നിങ്ങളെ കുഴക്കിയേക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇതത്ര കുഴക്കില്ല, പക്ഷേ ഇത് ആദ്യം ഒന്ന് എളുപ്പാക്കിയതാണ് ഞാൻ. ഒന്നു കുളിർന്നു നനഞ്ഞു ഹാ എന്തൊരു സുന്ദരാലേഖ്യം അല്ലെ. സുന്ദരാലേഖ്യം ആലേഖ്യം എന്നാണേ. സുന്ദരാലേഖ്യം നീ കേരളമേ. ഒന്നു കുളിർന്നു ഹാ എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ. ഈ വരികളിലൂടെ കവി ഉദ്ദേശിച്ചിട്ടില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. എല്ലാവരും കവി ഉദ്ദേശിച്ച പ്രസ്താവന എന്ത് എന്ന് പറഞ്ഞ് ആദ്യം തന്നെ നമ്മള് എവിടെയാണോ കേരളത്തിന്റെ സൗന്ദര്യം അത്രമേൽ സുന്ദരമാണ്, മനോഹര ചിത്രം പോലെ കേരളം, നനഞ്ഞ പ്രകൃതിയുടെ ചിത്ര നാഗരിക ജീവിതം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനോഹര ചിത്രം പോലെ കേരളം ആലേഖ്യം എന്നൊക്കെ പറയുമ്പോ അല്ലെ അതിനങ്ങ് ശരിയിടും. എന്നാൽ അത് ശരിയാണോ? അത് മാത്രമാണോ ചോദിക്കുന്നത്? കവി ഉദ്ദേശിച്ചിട്ടില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതല്ല ശരി കേട്ടോ. കവി ഉദ്ദേശിച്ചിട്ടില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞത് ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന കവിതയാണ്. കടത്തനാട്ട് മാധവി അമ്മയുടെ കവിതയാണ് അല്ലെ. കടത്തനാട്ട് മാധവി അമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് മക്കളെ. ഇതിന്റെ അർത്ഥം എന്താണ്? ഒന്നു കുളിർന്നു നനഞ്ഞു ഹാ എന്തൊരു സുന്ദരാലേഖ്യം നീ കേരളമേ എന്നാണ് ചോദിച്ചത്. കേരളത്തിന്റെ ഭംഗിയെക്കുറിച്ചാണ്, പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചാണ് ഇവിടെ കവി പറയുന്നത് അല്ലേ. എന്നാൽ ഈ വരികളിലൂടെ കവി ഉദ്ദേശിച്ചിട്ടില്ലാത്തൊരു പ്രസ്താവന താഴെ തന്നിട്ടുണ്ട്. അത് ഏതാന്നാണ് നമ്മൾ കാണേണ്ടത്. ആദ്യം തന്നെ എന്താണ്, ഒരൊറ്റ വായനയിൽ വേഗം പോയി ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് മൈനസ് ആവും. പിന്നെ അത് കറപ്പിച്ചിങ്ങനെയൊന്നും ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെ. അത് എന്താണ്, നമുക്ക് മൈനസ് ആവുകയല്ല, അത് ഇൻവാലിഡ് ആവും കേട്ടോ.
മൈനസ് മാർക്ക് നമുക്കില്ല. അപ്പോൾ അത് ഇൻവാലിഡ് എന്ത് ചെയ്യില്ല, ശരി ഉത്തരമായിട്ട് കണക്കാക്കില്ല. അല്ലെങ്കിൽ ആദ്യം ഒന്ന് ബബിൾ ചെയ്ത് അത് തെറ്റിട്ട് പിന്നെ ആദ്യേ ശരിയിലേക്ക് നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നോക്കൂ, കേരളത്തിന്റെ സൗന്ദര്യം അത്രമേൽ സുന്ദരമാണ്. ഇത് കവി ഉദ്ദേശിച്ചതല്ലേ? മനോഹര ചിത്രം പോലെ കേരളം. ആലേഖ്യം എന്ന് പറഞ്ഞാല് ചിത്രം എന്ന് തന്നെയാണ് അർത്ഥം. കേരളത്തെ മനോഹരമായ ഒരു ചിത്രം പോലെ കാണിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ? സുന്ദരമായൊരു ചിത്രമായിട്ട് കവി കണക്കാക്കുകയാണ് അല്ലേ? കവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കടത്തനാട്ട് മാധവി അമ്മ സ്ത്രീ അല്ലേ, കവയിത്രി എന്നല്ലേ പറയേണ്ടത് എന്ന്. പക്ഷെ മക്കളെ, കവി എന്ന് പറഞ്ഞാലും എഴുത്തുകാരി അല്ലെ രചയിതാവ് എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇത് വരണ്ട. കവയിത്രി, എഴുത്തുകാരി എന്നായിരിക്കും ചിലപ്പം വരിക, അല്ലെ എഴുത്തുകാരൻ എന്നായിരിക്കും വരിക കേട്ടോ. കവയിത്രി ഉദ്ദേശിച്ചിട്ടില്ലാത്ത പ്രസ്താവന. അപ്പോൾ എന്താണ് നാഗരിക ജീവിതം? നാഗരിക ജീവിതമാണോ, നഗരത്തിലെ ജീവിതമാണോ ഇവിടെ കാണിക്കുന്നത്? അപ്പോൾ ഇത് ശരിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. പക്ഷെ ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എനിക്ക് സംഭവം അറിയാം, ഇതിന്റെ ചിത്രത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് എന്നും പറഞ്ഞ് നിങ്ങൾ അത് പോയി കുത്താൻ പോകരുത്, അത് ബബിൾ ചെയ്യാൻ പോകരുത്. മനസ്സിലായോ? അപ്പോൾ ആ ചോദ്യം അങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനയാണ് ശരിയായത്. കേരള ഫോക്ലോർ എന്ന കൃതി രചിച്ചത് CR രാജഗോപാലനാണ്. ആണോ? ഏത് പാഠത്തിലാണ് നമ്മൾ പഠിച്ചത്? കുമ്മാട്ടി എന്ന് പറയുന്ന നമ്മുടെ 2ാമത്തെ പാഠത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ കേരള ഫോക്ലോർ എന്ന കൃതി രചിച്ചത് CR രാജഗോപാലനാണ്. പാഠമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പാഠഭാഗത്തിന്റെ അവസാനം എഴുതിയിരിക്കുന്നത് CR രാജഗോപാലൻ അല്ലെ? CR രാജഗോപാലൻ എവിടെയുണ്ട്? പേജ് നമ്പർ 13 താഴെ തന്നെ കേരള ഫോക്ലോർ ചുവന്ന ഒരു ഇതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. നോക്കണം, വായിക്കണം, ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. അപ്പോൾ അത് ശരിയാണേ. ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ് കുമ്മാട്ടി. പാഠഭാഗം ശരിക്കും വായിച്ചവർക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. ആദ്യകാലങ്ങളിൽ മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ് കുമ്മാട്ടി. ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ്മുഖങ്ങൾ ഒരുക്കുക, ചായം കൊടുക്കുക, കുമ്മാട്ടിപ്പുല്ല് ശേഖരിക്കുക, വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ ഒരുക്കങ്ങളാണ് കുമ്മാട്ടിയിൽ ആദ്യം ചെയ്യുന്നത്. ഇത് വായിച്ചു നോക്കാത്തവർക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണെങ്കിലോ? പാഠം വായിച്ചു നോക്കാത്തവർക്ക് മനസ്സിലാവില്ല അല്ലേ? പാഠം വായിച്ചു നോക്കാത്തവർക്ക് ഒന്നും മനസ്സിലാവില്ല. പാഠം ആഴത്തില് ഇങ്ങനെ കീറി മുറിച്ച് വായിക്കണം അല്ലേ? കുമ്മാട്ടി ഒരു കലാരൂപം അല്ല. ഇതിലേതാണ് മക്കളെ തെറ്റ്? ഇതിലേതാണ് തെറ്റ്? ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ, നിങ്ങൾക്ക് ക്ലൂ എല്ലാം വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ 3ഉം ശരിയാണ് എന്ന് തോന്നി. ഇത് ശരിയാണ്. കേരള ഫോക്ലോർ എന്ന കൃതി രചിച്ചത് CR രാജഗോപാലനാണ്. ആദ്യം അങ്ങ് ശരിയിട്ടേക്ക് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരിക്കുന്നതാണ് കുമ്മാട്ടി. ശരിയാണ്. പാഠഭാഗത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെയാണ് ഇതുള്ളത്. ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ് കുമ്മാട്ടി. ഇനി 2ാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ പരിപാടി, എന്തൊക്കെയാ ആദ്യം ചെയ്യുന്നത് എന്ന്. ആശാന്മാരുടെ നേതൃത്വത്തിൽ പോയി മുഖങ്ങൾ ഒരുക്കുക, ചായം കൊടുക്കുക, കുമ്മാട്ടിപ്പുല്ല് ശേഖരിക്കുക, വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയറ ഒരുക്കങ്ങളാണ് എന്ന് പാഠത്തിലുണ്ട്. ഈ അണിയറ എന്നില്ല, പക്ഷെ ഒരുക്കങ്ങളാണ് കുമ്മാട്ടിയിൽ ആദ്യം ചെയ്യുന്നത് എന്ന് കണ്ടാല് അതും ശരിയാണ് എന്ന് മക്കൾക്ക് മനസ്സിലാവണം. ഇനി കുമ്മാട്ടി ഒരു കലാരൂപമല്ല. കുമ്മാട്ടി കലാരൂപമാണോ ഇത്? അപ്പൊ ഒരു സംശയം വരും പരീക്ഷാ ഹാളിൽ നിന്ന്. അപ്പൊ കുമ്മാട്ടി കലാരൂപം ആണ്, പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ല എന്നാണ്. അപ്പോൾ ഇത് തെറ്റ് അല്ലേ? കുമ്മാട്ടി ഒരു കലാരൂപമല്ല, തെറ്റ്. അപ്പോൾ ഏതൊക്കെ ശരിയുണ്ട്? 1, 2, 3. ഇനിയിപ്പൊ പടച്ചോൻ ഇതെന്താ വരിക? ഇതാ നോക്ക്, PSCക്ക് ചോദ്യം വരുന്ന പോലെ വരുന്ന എയും ബിയും ശരിയാണ്. എയും ബിയും ശരിയാണ്, എയും ബിയും ശരിയാണ്. പക്ഷെ നമ്മൾ സിയും കൂടെ ശരിയാന്ന് ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? എയും ഡിയും ശരിയാണ്, എയും ഡിയും ശരിയാണ്. ഡി തെറ്റല്ലേ? അപ്പോ 2ാമത്തെ ഓപ്ഷൻ തെറ്റല്ലേ? A, B, C എന്നിവ ശരിയാണ്. നോക്കുക, A, B, C എന്നിവ ശരിയാണ്.
ABC എന്നിവ ശരിയാണ്. അപ്പൊ ഉത്തരം ഇതാണ്. എന്നാൽ എല്ലാം ശരിയാണ് എന്ന് കാണുമ്പോൾ എല്ലാം എന്നാ ഇതൊക്കെ ശരിയായിരിക്കും എന്ന് വിചാരിച്ച് അടുത്ത ഓപ്ഷനിലേക്ക് പോകരുത്. ഇതാണ് മക്കളെ എന്ത് ശരി ഉത്തരം. അപ്പോൾ ഇത് നിങ്ങളെ കൺഫ്യൂഷനിലാക്കുന്ന ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യങ്ങൾ ഞാൻ എടുത്തത് ഈ രീതിയിൽ ചോദ്യങ്ങൾ വരും. പ്രസ്താവന ഇത് നോക്ക്, ഇതിങ്ങനെ കണ്ടെത്തിയിട്ട് വേണം ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് കണ്ടെത്താൻ. എന്നിട്ട് ചോദ്യങ്ങൾ വായിക്കാൻ നമുക്ക് നല്ല സമയമുണ്ട്. തുടക്കത്തിൽ തന്നെ 15 മിനിറ്റ് ഉണ്ട്. വേഗം വായിച്ചു പോകേണ്ട കാര്യമില്ല. ശരിക്കും ചോദ്യങ്ങൾ വായിക്കുക കേട്ടോ. ഇതാ എയും ബിയും ശരിയാണ്, എയും ഡിയും ശരിയാണ്, ABC എന്നിവ ശരിയാണ്, എല്ലാം ശരിയാണ്. അപ്പോൾ ഉത്തരം ഇതാണ്. എയും ബിയും സിയും ശരിയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? പാഠം നന്നായിട്ട് അറിയണം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ആ ബാച്ചിന്റെ കാര്യം പറഞ്ഞത്. അവഞ്ചേഴ്സ് ബാച്ചിൽ കൃത്യമായിട്ട് പാഠങ്ങൾക്ക് ഓരോ വരികൾക്കുള്ളിലൂടെയും കടന്നു പോയിക്കൊണ്ടാണ് പാഠം പഠിപ്പിക്കാറ്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവരും അഡ്മിഷൻ എടുക്കൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ലാസ്റ്റ് ബാച്ചാണ്. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു സമയം അവിടെ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതുപോലെ പബ്ലിക് എക്സാം അല്ല ആനുവൽ എക്സാമിൻ്റെ കാര്യങ്ങൾ അത് മാത്രമല്ലടാ. 8ാം ക്ലാസ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണം? നല്ലൊരു ബേസ് വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ടൈം മാനേജ്മെന്റ് അല്ലേ, സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പഠനത്തെ ക്രമീകരിക്കുക. കാര്യങ്ങൾ അറിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കേട്ടോ. ഇതില് കമന്റ് ചെയ്യണം എല്ലാവരും. പ്രസംഗകൻ, പ്രാസംഗികൻ ഏതാണ് ശരി? ശരി ഏത്? പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. ശരി ഏത്? ഇത്തരം ചോദ്യങ്ങളുമായിട്ട് ഞാൻ ഇനി വീണ്ടും വരാം. ശരി ഏതാണ് എന്ന് കമന്റ് ചെയ്യുക. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലെ, എയും ബിയും ആണ്. അപ്പോൾ ഉത്തരം ടൈപ്പ് തന്നെ ചെയ്യാൻ നോക്കുക. പ്രസംഗകൻ, പ്രാസംഗികൻ. ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയാം. കാരണം എനിക്ക് നിങ്ങളുടെ കമന്റ് നോക്കിയിട്ടാണ് ഞാൻ അടുത്ത ക്ലാസ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. സോ എല്ലാവരും കമന്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുണ്ട്. ഫ്രീ ആയിട്ടുള്ള USSന്റെ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ധ്രുവ എന്ന് പറയുന്ന നമ്മുടെ ഫ്രീ LSS ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ആപ്പ് ഒന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഫ്രീ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഇതിന്റെ ഉത്തരം എല്ലാവരും ജോയിൻ ചെയ്യാം. പ്രസംഗിക്കുന്ന ആളെയാണ് നമ്മൾ അങ്ങനെ പറയാ. പ്രസംഗകൻ, പ്രാസംഗികൻ ഈ രണ്ടില് ഏതാണ് ശരിയായ വാക്ക് എന്നുള്ളതാണ് കമന്റ് ചെയ്യാം. ബൈ.